നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 6 കാസർഗോഡ് നിന്ന് തെക്കോട്ട് പ്രയാണം ആരംഭിക്കുക. മിക്കവാറും എല്ലാ യാത്രകളും വടക്ക് നിന്ന് തെക്കോട്ടാണ് പ്രയാണം നടത്താറ്. മിക്കവാറും അതെല്ലാം തന്നെ കാസർഗോഡ് ജില്ലയിലെ ഹോസങ്കടിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ തെക്കേ അറ്റമായ കളിയിക്കാവിള വരെ പോയി തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് പുത്തരിക്കണ്ടം മൈതാനത്താണ് സമാപിക്കാറ്. സതീശന്റെ യാത്രയും അതേ ട്രാക്കിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ AK ആന്റണി 2000 ആണ്ടിൽ അല്ലെങ്കിൽ 2001 ആണ്ടിൽ നടത്തിയ ഒരു വമ്പിച്ച ജനകീയ യാത്രയുണ്ടായിരുന്നു. അതാണ് ഈ ദിശയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് ഞാൻ വിചാരിക്കും. ആന്റണി അങ്ങനെ വലിയൊരു ജനകീയനായ നേതാവൊന്നുമല്ല, ഒരു വലിയ സംഘാടകനോ അതിഗംഭീരനായ വാഗ്മിയോ അല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ യാത്ര 2001 ആണ്ടിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒന്നായിരുന്നു. ആന്റണി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ജനപങ്കാളിത്തമാണ് ആ യാത്രയ്ക്കുണ്ടായത്. ആന്റണി പോയിടത്തൊക്കെ ആളുകൾ തടിച്ചു കൂടുകയും അദ്ദേഹത്തെ ഹാരാർപ്പണം പറ്റാത്ത ആളായതുകൊണ്ട് തോർത്ത് അഥവാ ഖദർ ഷാളുകൾ അണിയിക്കുകയാണ് ഉണ്ടായത്. ആ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോഴേക്കും മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർക്കടക്കം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി: കേരളത്തിൽ ഒരു വലിയ ആന്റണി തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വളരെ കൃത്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം 2001 ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് കൈവരിച്ചത്. പിന്നെ ആന്റണിക്ക് പിടിപ്പില്ലാത്തതുകൊണ്ട് ഭരണം നാനാവിധമായി പോവുകയും ഏതാണ്ട് 1.5 കൊല്ലത്തിനകത്ത് ഇവർക്ക് വോട്ട് ചെയ്ത സകല ആളുകളെ വെറുപ്പിക്കുകയും ഉമ്മൻചാണ്ടി പിന്നിൽ നിന്നും കരുണാകരൻ മുന്നിൽ നിന്നും കുത്തുകയും പിന്നെ മാറാട് കൂട്ടക്കൊല, മുത്തങ്ങയിലെ പോലീസ് അതിക്രമം, കരിമണൽ ഖനനം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരികയും കരുണാകരൻ പരസ്യമായിട്ട് ആന്റണിയെ വെല്ലുവിളിക്കും, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മൊത്തം തകർന്ന് തരിപ്പണമായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചരിത്ര പരാജയം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഈ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്നതിൻ്റെ സൂചനയായിരിക്കും. മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്നതിന് അത് ഒരു ദൃഷ്ടാന്തമേ അല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. പിന്നീടും പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ കേരള മാർച്ച് ഇതുപോലെ തന്നെ ഹോസങ്കടിയിൽ നിന്ന് ആരംഭിച്ച അന്ന് പിണറായി വിജയന് രക്തപതാക കൈമാറിയത് സഖാവ് VS ആയിരുന്നു. അതിൻ്റെ പ്രതീകാത്മകമായ പ്രാധാന്യം എന്ന് വെച്ചാൽ വരുന്ന മുഖ്യമന്ത്രി VS അല്ല, പിണറായി വിജയനായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ മഹത്തായ കേരള മാർച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് 2 അപകടങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ പിണറായി വിജയൻ തന്നെ ലാവ്ലിൻ കേസിൽ പ്രതിയായി. ആ ലാവ്ലിൻ കേസിന്റെ അന്വേഷണം CBIക്ക് വിടാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അത് കൂടാതെ DIC ഒരു കാരണവശാലും ഇടതുമുന്നണിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല, അവർക്ക് പങ്കാളിത്തം നൽകാൻ പാടില്ല എന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. അങ്ങനെ 2 കാരണം കൊണ്ടും ഈ കേരള മാർച്ച് ചീറ്റിപ്പോയി. അതുണ്ടാക്കിയ ഒരു വലിയ ജനകീയ വികാരം അവിടെ ഉണ്ടായിരുന്നു. ജനകീയ വികാരം അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് VSന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അവർ വമ്പിച്ച വിജയത്തിൽ കലാശിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഇതുപോലുള്ളൊരു വലിയ യാത്രയുണ്ടായി. അത് 2006 ആണ്ടിലാണ്. ആ യാത്രയെ തുടങ്ങിയപ്പോൾ വലിയ ഉത്സവവും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആന്റണിയുടെ മാർച്ച് പോലെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കുറച്ചും കൂടി ഒരു സ്ലോ പേസിലാണ് പോയത്. അത്ര വലിയ ആവേശം ജനങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷെ ആ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നതിന് മുമ്പ് 2 അപകടങ്ങൾ സംഭവിച്ചു. ഒന്ന്, ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി ശിക്ഷിച്ചു. 2, കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് ഇന്ത്യ വിഷന്റെ ഒരു ബോംബായിട്ട് പൊട്ടി. സത്യം പറഞ്ഞാൽ അന്ന് ഇന്ത്യ വിഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ ഈ ബോംബ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു. അതിന് പൊട്ടിക്കാനുള്ള മുഹൂർത്തം തീരുമാനിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഈ ജനമുന്നേറ്റ യാത്ര ജനമോചന യാത്ര എന്നായിരുന്നു. ജനമോചന യാത്ര തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് സമാപിക്കുന്ന അന്നത്തെ സായന്തനത്തിൽ ഇത് പൊട്ടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിനുമുമ്പായിട്ട് ഈ വാർത്ത ചോർന്നു പോയി. ഇങ്ങനെ ഒരു ബോംബ് ഇന്ത്യ വിഷന്റെ കൈവശം ഉണ്ട് എന്ന് അറിയാൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ പൊട്ടിക്കുന്ന മുഹൂർത്തം ഒരു അല്പം നേരത്തെ ആക്കി എന്ന് മാത്രം. ഏതായാലും തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ജനമോചന യാത്രയുടെ പേര് ആളുകൾ ജനമോഷണ യാത്ര എന്നാക്കി മാറ്റി. അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ് ഗിൽട്ട് പോയി. വളരെ ബുദ്ധിമുട്ടിയാണ് ഉമ്മൻചാണ്ടി സംഘവും ആ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. 2011
UDF ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ഭൂരിപക്ഷം വെറും 2 72-68 എന്ന രീതിയിൽ വളരെ കട്ടിച്ച് തിണ്ണപ്പാസ് മേടിച്ചാണ് പാസ്സായത്. പിന്നെ പലരും പല യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ തൊട്ട് ഉഴവൂർ വിജയം വരെയുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ യാത്രകൾ നടത്തി. പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, നായാടി മുതൽ നമ്പൂരി വരെയുള്ള ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് സമത്വ മുന്നേറ്റ യാത്ര നടത്തി. ഇങ്ങനെ പലവിധ കലാപരിപാടികളും മലയാളികൾ കണ്ടിട്ടുണ്ട്. ഏതായാലും സതീശന്റെ യാത്ര മോശമാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ജനങ്ങൾക്ക് ഭയങ്കര വികാരമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ജോലിയും ചെയ്യാതെ UDF സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ പോയിരുന്നാൽ മതി. ചുമര എഴുതണ്ട, സ്ലിപ്പ് വിതരണം ചെയ്യണ്ട, പ്രസ്താവന വീട് വീടാന്തരം കൊണ്ടു നടന്ന് കൊടുക്കണ്ട, യാതൊന്നും ചെയ്യേണ്ട. ഒരു പ്രചരണവും പ്രവർത്തനവും നടത്തിയില്ലെങ്കിൽ പോലും നല്ലവരായ നാട്ടുകാർ ഈ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് പിടിച്ച് അങ്ങോട്ടും ചെന്ന് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കാനാണ് സാധ്യത. ഇന്നത്തെ നിലയ്ക്ക് UDF 90 തൊട്ട് 110 വരെ സീറ്റുകൾ നിരാക്ഷേപമായിട്ട് ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. പിന്നെ UDF വോട്ടുകളിൽ നിന്ന് എത്ര % BJP-കാരെ അടിച്ചു മാറ്റും, അതുകൊണ്ട് വല്ല സീറ്റിലും LDF-കാർ ജയിക്കോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമോ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വിധത്തിലും ലഗ്നാലും ചന്ദ്രാലും UDF അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവർ കാല് വരികയും വേല വെച്ചും പുതികാല് വെട്ടിയൊക്കെ അവരുടെ ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഈ പ്രവചനം പ്രത്യേകിച്ച് യാതൊരു സർവേ നടത്താതെ പറയുന്നതാണ് ഇത് ശരിയാവാനും സാധിച്ചു. ഏത് നിലക്കും UDF 90-ൽ കുറവ് ഇതിലേക്ക് പോയാൽ സതീശൻ തോറ്റു എന്നുള്ളതിൻ്റെ തുല്യമാണ്. 100 സീറ്റാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. പക്ഷേ 90-ൽ കുറഞ്ഞാൽ VD സതീശൻ വമ്പിച്ച പരാജയമാണ് എന്ന് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ സുനാമി പോലെ വലിയ 2018-ലെ പ്രളയം പോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മാത്രം. ഞാൻ പറഞ്ഞത് ഇത് പ്രകൃതി ദുരന്തം എന്നുള്ള അർത്ഥത്തിലല്ല, രാഷ്ട്രീയമായ എന്തെങ്കിലും സുനാമി അല്ലെങ്കിൽ പ്രളയം ഉണ്ടായാൽ മാത്രമേ ഇതിൽ മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ യാത്ര നടത്തുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് വിശേഷിച്ച് ഒരു മേന്മയുമില്ല. ജനങ്ങൾ UDF ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഥവാ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ LDF തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ സതീശൻ പുതുയുഗ യാത്ര നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ VD സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതിന് ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു സ്റ്റാമ്പ്, അതിൻ്റെ ഒരു അംഗീകാര മുദ്ര കിട്ടിയതിന് തുല്യമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും പുതുയുഗ യാത്ര ഒരു പുതുയുഗം സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴത്തെ അല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ യുഗം ആളുകളെ വെറുപ്പിക്കാത്ത ഒന്നായിട്ട് മാറട്ടെ. ജനങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഒന്നും ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് മാത്രം പ്രിയപ്പെട്ട സതീശനെയും ജാഥയിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെയും സവിനയം ഓർമ്മിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.